ഫ്രണ്ട്സ്, ഇവിടെ സിക്കിമിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേളിൽ വന്ന കേട്ടോ സംഭവം ഇവിടെ ക്രാക്ക് ആയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. നമസ്കാരം, ടാറ്റ ചേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ ബയ്യാട് കൂടെ അടിച്ച് പൊളിക്കുകയായിരുന്നു. നല്ല സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ബയ്യാട് വീടിൻ്റെ വാതിക്കെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പർ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. ആരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബയ്യാടെ കൂട്ടത്തിലാണ്, ബയ്യ പോകും. അപ്പം നമ്മൾ ഇവരുടെ സ്ഥലത്ത് ഇനിയും തിരിച്ചു വരത്തില്ല. അപ്പോൾ ഇവരോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പെല്ലിങ്ങിന് പോകും. അതിന് മുമ്പ് ബയ്യ ഏതാണ്ടൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളമൊക്കെ എങ്ങനെ ഇവരെടുക്കുന്നത്, വാട്ടർ ലൈൻ എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാമെന്നാണ് ബയ്യ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ബാത്റൂം, ഇവിടുത്തെ ബാത്റൂമാണ്. അപ്പം ഇവിടുത്തെ വാട്ടർ ലൈൻ പരിപാടി കണ്ടോ, ഇത് കണ്ടോ എന്താണെന്ന് സംഭവം. ഇത് മലയിൽ നിന്ന് വരുന്ന പൈപ്പാണ് കേട്ടോ. മലയിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്, ദൂരെ നിന്ന് എടുക്കുന്ന പൈപ്പാണ്. അത് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ടാപ്പ് പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. പഴയ പേസ്റ്റ് കണ്ടോ, പേസ്റ്റിൻ്റെ ഇവിടുന്ന് മുറിച്ചിട്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ഇവിടാണ് പരിപാടി. അതിൻ്റെ ടാപ്പ് വേണ്ട അടയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്ക്. വേണ്ടേ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് ടാപ്പ്. ഇത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരും. ഭയങ്കര ഐഡിയ ആണ്, ബയ്യയുടെ സൂപ്പർ ഐഡിയ ആണ്. ഓക്കെ, അടിപൊളിയാണ്. അപ്പം ബയ്യയോടും ഭാവിയോടും നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. ഭാവിനെ ഹമാരാ ബഹുത് मतलब ये किया, हॉस्पिटैलिटी किया, खाना पीना फूडും കാര്യങ്ങളെല്ലാം अरेंज ചെയ്തു. അപ്പോൾ താങ്ക് यू सो मच. आज हम लोग जा रहे हैं, फिर कभी आएंगे, ज़रूर आएंगे. बहुत अच्छा लगा. थैंक यू. बहुत धन्यवाद आप लोगों को, बहुत धन्यवाद. हम लोग को कम से कम 2 दिन यहाँ पे बहुत अच्छी तरह से आप लोगों ने रखा. खाना पीना भी कोई टेंशन नहीं था. हम लोग बहुत धन्यवाद. ओके, हम लोग जा रहे हैं. भाभी बाय बाय. आपको भी बहुत धन्यवाद, क्योंकि यहाँ पे गांव बस्ती में लोग नहीं आता है. आप लोग जैसा बहुत कम लोग मिलता है जो इतना दूर से अच्छा जगह से, मतलब ऐसे बस्ती में बहुत मुश्किल है. फिर भी आप आए, बहुत खुश लगा, अच्छा लगा. फिर भी आप आए. थैंक यू, जरूर आऊँगा. मुझे तो बहुत पसंद आया ये गांव, तो बहुत पसंद आया. जरूर बार बार हम लोग आएंगे. അപ്പോൾ ബയ്യ हमारे साथ आज പെല്ലിംഗ് ജാർ. ഇന്ന് ഞങ്ങൾ പെല്ലിങ്ങിന് പോവാണ്. ഇവിടുന്ന് പെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം, സൂപ്പർ സ്ഥലമാണ്. അവിടെ എന്തോ ഒരു അടിപൊളി സംഭവം നമുക്ക് കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ബാബിക്കോ हम लोग टाटा बाय बोल देंगे. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടെ ബയ്യയുടെ അയലോക്കംകാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവരോട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഓക്കെ, ടാറ്റ, താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വില്ലേജിനോട് നമ്മൾ വിട പറയുകയാണ്. ഈ ബ്യൂട്ടിയും ആ മലകളും ഈ വീടുകളും ഈ സംഭവങ്ങളോട് എല്ലാം നമ്മൾ വിട പറയുകയാണ്. അടുത്ത സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരിക്കും മിസ് ചെയ്യും ഈ സ്ഥലം. കുറച്ച് കഴിഞ്ഞ 2 couple of days ആയിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്യായിരുന്നു. അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഭയങ്കര മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ബയ്യയുടെ വീടിൻ്റെ അവിടുന്ന്, ഗാവിൻ്റെ അവിടുന്ന്, വില്ലേജിൻ്റെ അവിടുന്ന് നമ്മൾ താഴോട്ട് പോകുന്ന ഭയങ്കര മല ഇറങ്ങിപ്പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മലയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയും വേറെ അടുത്ത മല നമുക്ക് കയറണം. കാരണം പെല്ലിംഗ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഹില്ലിൻ്റെ മണ്ടയ്ക്കാണ്. ആക്സിലേറ്റർ ഞാൻ കൊടുക്കുന്നേ ഇല്ല, കംപ്ലീറ്റ് തന്നെ ഇറങ്ങുക. ഗിയറിലിട്ട്, സെക്കൻഡ് ഗിയറിലിട്ട് ഇറങ്ങുക. ടേണിംഗ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഹോൺ അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മറ്റ് അവിടെ നിന്ന് വരുന്ന വണ്ടികളുണ്ടെങ്കിൽ പ്രശ്നമാവും, അവർക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. അതുപോലെ നമ്മൾ സൈഡാക്കി കൊടുക്കണം. നമ്മൾ മറ്റ് വണ്ടി വരുമ്പോഴത്തേക്ക്, മലയിലൊക്കെ റോഡിൻ്റെ വലിപ്പം അധികം ഇല്ലാത്തതുകൊണ്ട് കയറി വരുന്ന വണ്ടികൾക്ക് നമ്മൾ, ഇറങ്ങി വരുന്ന വണ്ടികൾ സൈഡ് കൊടുത്ത് മാറ്റിയിടണം. അവർ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. സ്ലൈഡ് തുടങ്ങി കേട്ടോ, ലാൻഡ് സ്ലൈഡ് വേണ്ട, ഫുള്ള് ലാൻഡ് സ്ലൈഡ്. അപ്പൊ ഇന്ന് എത്ര ലാൻഡ് സ്ലൈഡ് കാണുമെന്ന് ഏതായാലും നമുക്കൊരു പിടിയില്ല. നമ്മൾ ഇതുവരെ ഇഷ്ടം പോലെ ലാൻഡ് സ്ലൈഡ് കണ്ടു. അപ്പോൾ നമ്മുടെ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് മാറ്റി കേട്ടോ, ലാൻഡ് സ്ലൈഡുകളുടെ ദേശമെന്ന് വേണം നമുക്ക് ഇതിന് പേരിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഓരോ വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന ഭാഗത്തിന് ഒരു ഇരുമ്പിൻ്റെ ബ്രിഡ്ജാണ്, അയൺ ബ്രിഡ്ജാണ്. നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു, അവർ ഇറങ്ങി കഴിയുമ്പോൾ ഇനി നമുക്ക് കയറി പോകാം. ഫുൾ ഇരുമ്പിൻ്റെ ബ്രിഡ്ജാണ്. താഴത്തെ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ഷീറ്റാണ് താഴെ. കടാന്ന് ശബ്ദം കേൾക്കും അതിൻ്റെ പുറത്തൂടെ കയറുമ്പോൾ. ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പെല്ലിങ്ങിൻ്റെ വഴിയാണിത്. പെല്ലിങ്ങിന് നമ്മൾ പൊക്കോണ്ടിരിക്കുക, പെല്ലിങ് റൂട്ടാണ്.
ജോർത്താങ്ങിൽ നിന്ന് പെല്ലിങ്ങിനോട്ട് പോകുന്ന വഴിയാണ്. പെല്ലിങ് നല്ല അടിപൊളി രസമുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ചൈനയിലൊക്കെ കാണുന്ന പോലെ തന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പോയി കാണണം. അതിപ്പോൾ സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ ഇന്ത്യയിൽ എനിക്കറിയത്തില്ല വേറെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു, ഗ്ലാസിൻ്റെ ബ്രിഡ്ജ്. നമുക്കതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ മല തുളച്ചിട്ട് കണ്ട് അതിനകത്തൂടെ ഒരു ടണലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടണലിനകത്തൂടാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ടണൽ കിട്ടി. ഒരു കുഞ്ഞു ടണലാണ്, പഴയ സ്റ്റൈൽ ഉണ്ടാക്കിയ ടണലാണ്. ഒന്നും കാണത്തില്ല കേട്ടോ, ഫുൾ അന്ധകാരമായി. ലൈറ്റ് ഓൺ ആക്കണം അപ്പോൾ. ഫുൾ അന്ധകാരം കേട്ടോ, ലൈറ്റിൻ്റെ ഒന്നും കാണുകയില്ല. പെട്ടെന്ന് ആ ലൈറ്റിൽ ഇങ്ങോട്ട് കയറി ഒന്നും കാണുകയില്ല. പക്ക ടണലാ കേട്ടോ, പഴയ ടണലാ. ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത്. മുകളിലൊക്കെ കണ്ട മുകളിൽ മലയാണ്. മുകളിലെ പാറയാണ്. മുകളിൽ കവറിങ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് പാറയാണ്. വാ, ഇതൊരു അടിപൊളി സംഭവം തന്നെ കേട്ടോ. ഈ മുഴുവൻ മല തുളച്ചിട്ട് അതിനകത്തൂടെ ഇതുപോലെ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല വലിപ്പമാണ്. ഞാൻ വിചാരിച്ചു ഇച്ചിരിയേ ഉള്ളെന്ന്. നല്ല നീളമുണ്ട് കേട്ടോ, ഒരുമാതിരി നല്ല നീളമുണ്ട്. നമ്മുടെ വെളിച്ചത്തിലെത്തി ഫ്രണ്ട്സ്. ആ എഴുതിയേക്കുന്ന കണ്ടോ എന്തുവാന്ന്, സ്ലൈഡിങ് സോൺ, ബി അവെയർ ഓഫ് ഫോളിങ് ബോൾഡർ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിൽ എഴുതി. ഇവിടെ ഒന്നും നിർത്താൻ അലൗഡ് അല്ല. ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ നിന്ന് ഏത് സമയത്താണ് കല്ല് വീഴുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വ്യൂ ഒക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ മൗണ്ടൻസ് ഒക്കെ അടുത്ത് കാണാം. സ്കൈ ആണെങ്കിലും ഫ്രണ്ട്സ്. നമ്മളപ്പം വരുന്ന വഴിക്ക് ഒരിടത്ത് നിർത്തി കേട്ടോ. ഒരിടത്ത് നമ്മൾ നിർത്തി. അപ്പോൾ ഒരു സംഭവം ഉണ്ട്, നിങ്ങളെ കാണിക്കാൻ ഒരു സംഭവം ഉണ്ട്. ഭയ്യ क्या है बताइए? यहाँ पे एक अच्छा मकान था, बिल्डिंग था। एक स्लैब वाला, बहुत आदमी रहता था। लेकिन लास्ट ईयर में यहाँ पे लैंडस्लाइड के कारण से पूरा घर को दबा दिया। अभी घर अंदर में. ഓഹോ, ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതൊരു വീടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. അതേണ്ടേ, ഇതൊരു വീടാണ്. ലാൻഡ് സ്ലൈഡ് കാരണം കംപ്ലീറ്റ് മണ്ണിനടിയിൽ പോയി. ഇതേണ്ട മേൽക്കൂര മണ്ടക്കലത്തെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പം മിച്ചമുള്ളൂ കേട്ടോ. ലാൻഡ് സ്ലൈഡ് നശിച്ചു പോയ വീടാണ്. കഷ്ടം. ആ മനുഷ്യരുടെ എന്തായിരിക്കും ഗതി? ഇപ്പോൾ സമയമൊന്നുമില്ല, നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. രാത്രിയിലൊക്കെ വല്ലാത്ത സമയത്ത് ഈ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടാണ് ഈ വെള്ളം വാട്ടർഫോൾ പോലെ ഒഴുകുന്നത്. സേവിങ്സ് മുഴുവൻ കംപ്ലീറ്റ് മുടക്കി ഒരു വീട് പണിഞ്ഞതിന് ശേഷം ഏത് സമയത്താണ്, ഏത് രാത്രിയിലും പകലുമാണ് അത് മലയിടിഞ്ഞ് വീണ് നശിക്കുന്നതെന്ന് ഒരു ഗ്യാരണ്ടി പോലും ഇല്ല. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ലൈഫ് ഭയങ്കരമാണ്. കഷ്ടം തോന്നുന്നു, ഭയങ്കര കഷ്ടം തോന്നുന്നു. ഒരു നല്ല വീടാണ്. ചില വീടുകളൊക്കെ ടിൻ ഷീറ്റ് ഇട്ടാണ്, പക്ഷേ ഇത് പക്ക കോൺക്രീറ്റ് ചെയ്തൊരു വീടാണ്. അതുപോലും ഇങ്ങനെ കംപ്ലീറ്റ്ലി നശിച്ചു പോകുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. വീട്ടുകാരെ वो घर का लोगों का क्या हाल है? वो शिफ्ट हो गया, बच गया ना बोलो? हाँ, वो लोग बच गया। ഓഹോ, ദൈവാധീനത്തിന് അവർ രക്ഷപ്പെട്ടെന്ന്. ആ വീട്ടിൽ താമസിക്കുന്നവർ ഏതായാലും രക്ഷപ്പെട്ടു. ഏതായാലും അത് നന്നായി. അവർ വേറൊരു സ്ഥലത്തോട്ട് അവർ മാറി, അവർ വേറെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഭയ്യ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ. ഫ്രണ്ട്സ്, ആ മരം കണ്ടോ, നല്ല ചുമന്ന കളറിലുള്ള മരം, നല്ല രസം. മലയിൽ നിന്ന് വീണ ഒരു കല്ല് കണ്ടോ, ഇത്രയും വലിയ കല്ലൊക്കെയാണ് ഒരു മലയിൽ നിന്ന് വീഴുന്നത്. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയാനോ, പിന്നെ വീടാണോ എന്തോ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വഴിയിലൊരു ചെറിയ വാട്ടർഫോൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി ഒന്ന് കാര്യം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ. കുത്തനെയുള്ള കയറ്റം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെല്ലിങ്ങിലോട്ടുള്ള മലയാണിത്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളും നമ്മൾ മെയിൻ സ്ഥലങ്ങളെല്ലാം മലയുടെ മണ്ടയ്ക്കാണ്, ഒരു ടോപ്പിലായിരിക്കും വരുന്നത്. ഇതുകൊണ്ടോ ഫുൾ ടേണിങ്ങും ഫുൾ കയറ്റമാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെല്ലിങ്ങിലോട്ട് പോകുന്ന വഴിക്ക് മല കയറി ഇത് കണ്ടോ, നിങ്ങൾക്ക് അറിയാതെ വണ്ടിയൊക്കെ വരുന്നുണ്ടോ, ഭയങ്കര മല കയറി ഞങ്ങളിങ്ങനെ ആ മലകളുടെയൊക്കെ നമ്മൾ മുമ്പേ കണ്ട മലകളുടെയൊക്കെ അങ്ങ് മണ്ടയിലെത്തിയിട്ടുണ്ട്. കണ്ടോ വ്യൂ കണ്ടോ, അടിപൊളി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുകളിലത്തെ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പൈൻ ട്രീസ് ഒക്കെ ഇത് കണ്ടോ, കുരങ്ങന്മാർ അടി ഉണ്ടാക്കുന്നു. കുരങ്ങന്മാരുണ്ടോ? ഓ, അറ്റാക്ക് ഫ്രണ്ട്സ്, നമ്മൾ എത്തിക്കഴിഞ്ഞു പെല്ലിങ്. ഇത് കണ്ടോ, വെൽക്കം ടു പെല്ലിങ്. ഒരു നല്ല ചൈനീസ് ആർക്കിടെക്ചർ പോലെ, ഒരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിലാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെൽക്കം ടു പെല്ലിങ് ഗൈസ്. പെല്ലിങ്ങിലായിരുന്നു ഇവിടുത്തെ രാജാവ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ പാലസ് ഒക്കെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കണം. ഓ, പൈൻ ട്രീസ് കണ്ടോ, ഓ സെറ്റപ്പാണ് കേട്ടോ, പൊളിയാണ് പൊളി. ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് അവിടെ, വലിയൊരു ബുദ്ധൻ സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം, ഇതുപോലെയുള്ള കോളത്തിൽ പാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ബാക്കി കാഴ്ചകൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള അപാര ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ, സെറ്റപ്പാണ്. നമ്മളിപ്പോൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കിയേ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ക്ലൗഡ്സിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആ കാണുന്ന നമ്മൾ കണ്ട ആ മഞ്ഞ് മലകളൊക്കെ ഇപ്പം ക്ലൗഡ്സിൻ്റെ കീഴിലാണ്. इसका नाम क्या है? हाँ? इसका नाम क्या है? हाँ? बर्फी। ओह ब्यूटीफुल। ये स्पैनियल है ना? हाँ? कौन सा ब्रीड है ये? वो तो हमको मालूम नहीं है, और बच्चे लोग कलकत्ता में बुक किया ऑनलाइन और मंगाया। अच्छा। ओके, मुझे लग रहा है कि ये कॉकर स्पैनियल होगा। मुझे भी बड़ा शौक है डॉग्स का। मेरे पास भी है, बड़े बड़े रॉटवेलर्स हैं। वो सब तो घर में रखने का। ഓക്കെ, ബൈ ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇതുപോലെ ഹാൻഡ് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കയറുന്നത്. ഫുൾ അടിപൊളി ഒരു ബുദ്ധിസ്റ്റ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ് നമുക്കിവിടെ കാണാവുന്നത്. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് കട്ട് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ സ്കൈ വാക്കിലോട്ട് പോകുന്നത്. അടിപൊളി സംഭവമാണ് കേട്ടോ, ആർക്കിടെക്ചറൊക്കെ സൂപ്പറാണ്. ഇവിടെ രജിസ്റ്റർ നമ്മൾ പേരും കാര്യങ്ങളും എല്ലാം ഇവിടെ നോട്ട് ചെയ്യണം. അപ്പം ഭയ്യ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്കൈ വാക്കിൽ എത്തിക്കഴിഞ്ഞു, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിപൊളി ഒരു സംഭവമാണ്. ഇതുപോലെ സ്റ്റെപ്സ് കയറി നമുക്ക് മുകളിൽ കയറണം. മുകളിൽ കയറിയിട്ടാണ് അതുപോലെയുള്ള ഗ്ലാസ് ബ്രിഡ്ജസ് ആണ്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പോകും. ഇത് സംഭവം ഇന്ത്യയിൽ തന്നെയാണെന്നൊരു സംശയം തോന്നുന്നു കേട്ടോ. മുകളിൽ കൂടെ ബ്രിഡ്ജ് കണ്ടോ, ഇതൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചൈനയിലൊക്കെ ഇതുപോലുള്ള പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ സംഭവം നമ്മൾ ഇന്ത്യയിൽ സിക്കിം ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി. നമുക്ക് അടുത്തൊരു യൂട്യൂബറിനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഗോപ്രോ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഗോപ്രോവും കാര്യങ്ങളും സ്റ്റാൻഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവന് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത്. കോൺസെപ്റ്റ് ചാനൽ നമ്മൾ ഒരു യൂട്യൂബർ വേറൊരു യൂട്യൂബറെ കാണുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു സ്നേഹം തന്നെയാണ് ഗോപ്രോ നമുക്ക് കാണുമ്പോഴത്തേക്ക്. നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി കേട്ടോ. ഊരിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ആ ഗ്ലാസിൻ്റെ ബ്രിഡ്ജിനോട്ട്. ദൈവമേ, പൊട്ടുമോ സാധനം? ഗ്ലാസ്സാണ് സാധനം, സെറ്റപ്പാണ്. ഇതേ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റേ സേഫ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ ആണ്. എൻ്റെ ദൈവമേ, പേടി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്.
ഇത് പൊട്ടുമോ? ഇത് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കട്ടിയുള്ള ഗ്ലാസ് ആണ്, പക്ഷെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി വരും. भैया टूटेगा क्या? नहीं टूटेगा ना? देखने से टूटेगा नहीं लगता। टूटेगा जैसा फील होता है जैसे, क्योंकि ग्लास नीचे पूरा दिख रहा है ना. പേടിയേ ഇല്ല നമുക്ക്. പക്ഷെ ചില സമയത്ത് നമ്മളിങ്ങനെ കൈ ചെറുതായി സൈഡിൽ കൂടി ഇങ്ങനെ പിടിച്ച് പോകേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പേടി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ചാടുകയും കാര്യമൊന്നും ചെയ്യില്ല. അപ്പൊ അതിന്റെ അർത്ഥം സംഭവം പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇതിന്റെ മേളിൽ സർക്കസ് കാണിച്ചു കഴിഞ്ഞാൽ സാധനം പൊട്ടി താഴെ കിടക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. ഏതായാലും എന്തേണ്ടേ നോക്കും, നല്ല ഹൈറ്റാണ്. താഴോട്ട് വീട് കഴിഞ്ഞാൽ പക്കായിരിക്കും. അങ്ങോട്ടാണെങ്കിൽ നല്ല കർത്തമാണ്. വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അവിടെ വണ്ടി കൊണ്ട് അവിടെ കിടക്കുന്നത്. ഇന്ന് വ്യൂ ഉണ്ടോ? സെറ്റപ്പ് തന്നെയാണ്. പൈൻ ട്രീസ് ഒക്കെ നമ്മുടെ താഴെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പൈൻ ട്രീസിൻ്റെ ഒക്കെ മേളിലാണ് സംഭവം. ഫ്രണ്ട്സ്, അപ്പം ചേട്ടാ ഞങ്ങൾ അതിൻ്റെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വേറൊരു അറ്റത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നോ എൻട്രി എഴുതിയിട്ടുണ്ട്. കാരണം എന്നാണെന്നറിയോ? സംഭവം പൊട്ടി. അപ്പം നമ്മൾ കംപ്ലീറ്റ് കോൺഫിഡൻസോട് നടന്ന് വന്ന കോൺഫിഡൻസ് സംഭവം കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സാധനം പൊട്ടുമെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസ് അല്ലേ, എന്ത് വന്നാലും ഗ്ലാസ് അല്ലേ. ഒന്ന് ആരെങ്കിലും ഒന്ന് എടുത്ത് ചാടി കഴിഞ്ഞാൽ സംഭവം തീർന്നു. വേണ്ടേ ക്രാക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ. വേണ്ട ഫുൾ ക്രാക്കാണ്, പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗം അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കി ഭാഗത്ത് നമുക്ക് നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ഒരു പേടി വന്നത്. ഇതുവരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് വന്നത്തോളം നമ്മുടെ കോൺഫിഡൻസ് എല്ലാം സംഭവം ഇവിടത്തോടെ സംഭവം പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജേ കയറുന്നത്. അതേതായാലും സിക്കിമിൽ തന്നെ സാധിച്ചു. അധികം ചൈനയിലൊന്നും പോകേണ്ടി വന്നില്ല. തൽക്കാലം ചൈനയിലൊന്നും പോകാനുള്ള ബഡ്ജറ്റില്ല. പിന്നെ നമുക്കൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പം പൊളിച്ചേനെ, വീഡിയോ പൊളിച്ചേനെ. കാരണം ആ വ്യൂ ഒക്കെ കണ്ടോ. നമ്മൾ ഒരു ഡ്രോൺ പറപ്പിക്കുകയായിരുന്നെങ്കിൽ ഇവിടുന്ന് എന്തോ ആയിരുന്നേനെ. അയ്യോ സെറ്റപ്പ് ആയിരുന്നേനെ. ഏതായാലും തൽക്കാലം ഡ്രോണിനുള്ള ബഡ്ജറ്റില്ല. ഏതായാലും മുന്നോട്ട് നോക്കട്ടെ. ഫ്യൂച്ചറിൽ നമുക്ക് സേവിങ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്ത് പതുക്കെ പറ്റുവാണെങ്കിൽ ഒരു ഡ്രോൺ വാങ്ങിക്കണം. കാരണം നമ്മുടെ ട്രാവലിങ്ങും പല സ്ഥലങ്ങളിലും ഇവിടെ നോർത്ത് ഈസ്റ്റിലൊക്കെ സെറ്റപ്പ് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഡ്രോണും കൊണ്ട് കാണുന്ന ആ ബേർഡ്സ് ഐ വ്യൂ ഒരിക്കലും നമുക്ക് ഈ ക്യാമറയും കൊണ്ടോ ഗോപ്രോയും കൊണ്ടോ നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിക്കിമിലെ സംഭവങ്ങളെല്ലാം ഓപ്പൺ ആയതുകൊണ്ട്, ഇപ്പോൾ സ്ലോലി എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് ആളുകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പേടിക്കുന്നുണ്ടോ കുഞ്ഞ്? പേടിക്കുന്നുണ്ടോ? ആ കുഞ്ഞ് ശരിക്കും പേടിക്കുന്നുണ്ട്. പേടിച്ച് നടക്കുന്നത്. ഡർ പുള്ളിക്കാരിക്ക് ശരിക്കും പേടിയുണ്ടോ കേട്ടോ. പുള്ളിക്കാരി താഴോട്ട് നോക്കുന്നേ ഇല്ല. കുഞ്ഞിനോടും പറയുന്നുണ്ട് താഴോട്ട് നോക്കിയാൽ പേടിക്കുന്നു. ഈ ക്ലാസ്സിൽ കൂടെ നടക്കാൻ പേടിയുള്ളതുകൊണ്ട് ടിക്കറ്റ് എടുത്തേച്ച് സംഭവം കാശ് കൊടുത്തേച്ച് ഇവിടം വരെ വന്ന് ഇത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ചിലരൊക്കെ പേടിക്കും കേട്ടോ. ഇവിടേക്ക് എന്തായാലും പറഞ്ഞ ഒരു ഗ്ലാസ് അല്ലേ, ഗ്ലാസിൻ്റെ മണ്ടയിൽ കൂടെ അല്ലേ നമ്മുടെ നടക്കുന്നത്. ഗ്ലാസ്സിന് എത്ര സ്ട്രെങ്ത് ഉള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്. നല്ല ഫുൾ കനമുള്ള ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നും കാര്യമായിട്ടില്ല. എന്താ പേടിച്ച് ഒത്തി നടക്കുന്നുണ്ടോ? കയറുന്നവരെല്ലാം എന്താ പേടിച്ച് ഒത്തിയാണ് നടക്കുന്നത്. ഒത്തിയാണ് നടക്കുന്നത്. ആ കൊച്ചൊക്കെ പേടിക്കുന്നുണ്ടോ? കൊച്ചു പേടിച്ചു കേട്ടോ.